ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കായിട്ട് നമ്മൾ അഴിച്ചാണ്. അത് ഗിയർ ബോക്സിൻ്റെ ഓയിൽ സീൽ ലീക്കായിട്ടാണ് കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരുന്നത്, ലീക്കേജ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് അഴിച്ച ഓയിൽ സീൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം ഇത് ഫുള്ളായിട്ട് അഴിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ഓയിൽ സീൽ വരാം. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അഴിച്ചാലാണ്. ഇതാണ് അതിൻ്റെ ഓയിൽ സീൽ. ഓയിൽ സീൽ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഒരു ബെയറിങ് കൂടി കൂട്ടത്തിൽ മാറ്റി വിടണം. പിന്നെ കവർ അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ്, മൗണ്ട് റോബ്, ആ ഗ്യാസ്കറ്റ്, ബ്രീത്തർ പൈപ്പ്, അതേപോലെ തന്നെ ഗിയർ ഓയിൽ, അതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് അതിന് മാത്രം ഏകദേശം ഒരു 900 രൂപ 950 രൂപ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് തന്നെയാണ്. പിന്നെ ബാക്ക് ബ്രേക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല. അപ്പോൾ നമുക്ക് കൂട്ടത്തേക്ക് നമുക്ക് ഈ ലൈനറും കൂടി ഒന്ന് മാറ്റിയിടുന്നുണ്ട്. കാരണം ഞാൻ ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് കിടന്ന് ഓടിയേക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും ആ ബെയറിങ് പോയി കഴിയുമ്പോൾ ഈ ലൈനർ കൃത്യമായിട്ട് വർക്കാവില്ല, തേയ്മാനം പല രീതിയിലായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മളിത് ക്ലിയർ ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനറോട് മാറ്റിയാലാണ് നമുക്ക് ആ ബ്രേക്ക് കംഫർട്ടായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ഭാഗം ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് ഗിയർ ബോക്സ് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തത് നമ്മളിപ്പോൾ അഴിക്കുമ്പോൾ ആ ഭാഗം കൂടി കൂട്ടത്തിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് പോകും. ആ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ഈ ബെൽറ്റ്, ഡ്രൈവ് ബെൽറ്റ് ഉണ്ടല്ലോ, ഡ്രൈവ് ബെൽറ്റിൻ്റെ ഈ ഭാഗമൊക്കെ പൊട്ടിയേക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള പൊട്ടലുണ്ട്. അപ്പോൾ ഇത് കൈയോടെ കൂട്ടത്തിൽ മാറ്റി പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നോക്കണ്ട, ഈ സൈഡൊക്കെ ഇച്ചിരി പൊട്ടൽ കൂടുതലാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോവുകയാണെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പാർട്സിൻ്റെ എമൗണ്ട് മാത്രമാണ് വന്നുള്ളൂ. ഇതല്ലെങ്കിൽ പിന്നീട് നമ്മളത് അഴിച്ച് ബെൽറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ബെൽറ്റും അതിൻ്റെ ലേബറും എല്ലാം കൂടിയിട്ട് വീണ്ടും അഡീഷണൽ ആയിട്ട് വരും. ഇതിപ്പോൾ ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ തന്നെ ആ ലേബറിൽ തന്നെ കൊണ്ടുപോയിക്കോളും. അതാണ് ചെയ്തു പോകാനായിട്ട് സാധിക്കും. ഗിയർ ബോക്സ് അഴിക്കണമെങ്കിൽ എന്തെങ്കിലും ക്ലച്ച് അഴിക്കണം, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് അഡീഷണൽ ലേബർ വരില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്യൂലിൻ്റെ ലിഡ് കേബിൾ പ്രോപ്പറായിട്ട് വർക്കാവുള്ള ആ ലിഡ് കേബിളൊന്ന് മാറ്റാനുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന കേസാണ് പറഞ്ഞതാണ്. അപ്പോൾ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചു, പക്ഷേ എഞ്ചിനിലെ ഓയിലിൻ്റെ അളവിൻ്റെ അവസ്ഥ വളരെ കുറവാണ്. വളരെ കുറവായ രീതിയിലാണ് ഓയിൽ ഇതിനകത്ത് കാണുന്നത് കേട്ടോ. ശരിക്കും നമുക്ക് ഇതിന് 800 മില്ലി ഓയിലാണ് വേണ്ടത്. നമ്മളിപ്പോൾ എങ്ങനെ ഓടിച്ചാലും ഊറ്റണ സമയത്ത് ചുരുങ്ങിയത് നമുക്കൊരു 700 മില്ലി തന്നെയും കിട്ടേണ്ടതാണ്. ബാക്കിയത്തെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ കുറുകി ഒരല്പം കുറവൊക്കെ വരാറുണ്ട് സാധാരണ രീതിയിൽ. ഇത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഏകദേശം നമുക്കൊരു 50-100 മില്ലി തേച്ച് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിൻ ഹെഡിനകത്ത് തേയ്മാനം വന്നിട്ടുണ്ടാവും. സിലിണ്ടർ പിസ്റ്റണൊക്കെ സ്ക്രാച്ച് വന്നിട്ട് തേയ്മാനം വന്നിട്ടുണ്ടാവും. ഇപ്പം നിലവിൽ ഓയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പുകയോ കാര്യങ്ങളോ ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാനായിട്ടും സാധിക്കില്ല, കാരണം ഓയിലില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ രണ്ടാമത് ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കും സൈലൻസറിൽ നിന്ന് വെള്ള കളറിൽ പുക വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എഞ്ചിൻ ഹെഡിനകത്ത് ഓയിൽ പമ്പിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഓയിലിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഓയിൽ പമ്പ് ചെയ്ത് കയറില്ല. അപ്പോൾ പമ്പിങ് ഇല്ലാത്തത് കൊണ്ട് സിലിണ്ടർ പിസ്റ്റൻ്റെ ഉള്ളിൽ തേയ്മാനം വന്നിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യത 90%. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അഴിച്ച് ക്ലിയർ ചെയ്യാനാണ് പറ്റുള്ളൂ. ഇനി ഒരു പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഓയിലൊക്കെ മാറ്റിയ കംപ്ലയിൻസ് ഒന്നും കാണിച്ചില്ല, പുകയുടെ പ്രശ്നം ഇല്ല എന്ന് തന്നെ കരുതാം. അങ്ങനെയാണെങ്കിൽ പോലും ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കയറ്റിയിട്ട് ഓയിൽ ലെവൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതായത് ഓയിൽ കുറയുന്നുണ്ടോ, എന്തോരം കുറയുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോക്കി അത് കറക്റ്റ് പരിഹരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി മേജറായിട്ടുള്ള കംപ്ലയിൻറ്റുകൾ കാണിക്കും. നമ്മൾ ശ്രദ്ധിക്കില്ല. വണ്ടി എഞ്ചിൻ സംബന്ധമായിട്ട് മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിക്കുമ്പോഴാണ് നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ മാറ്റി വിടണുണ്ട്. ഇടയ്ക്കൊന്ന് കയറിയാൽ നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്ത് കേസുള്ള ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം. ലെവൽ കുറവുണ്ടെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് തൽക്കാലം ഉപയോഗിക്കാം. കൂടുതൽ ലെവൽ കുറവുണ്ടെങ്കിൽ അത് അഴിച്ച് ക്ലിയർ ചെയ്യാതെ കൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല. കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയേക്കണതുകൊണ്ട് സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റൺ തേയ്മാനം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ് കേട്ടോ. അപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ ഈ ബെൽറ്റൊക്കെ അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയേക്കാം, നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. നമ്മളിപ്പോൾ കാണുന്ന കംപ്ലയിൻറ്റ്, അഴിക്കുന്ന ഭാഗത്തുള്ള കംപ്ലയിൻറ്റ്സ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തും എന്നുള്ളതാണ്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ ഗിയർ ബോക്സിൻ്റെ ഭാഗമാണ്. ഗിയർ ബോക്സ് ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട കേസാണ്. അപ്പോൾ അതും ആ ബ്രേക്ക് ലൈനറാണ് നമുക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കേസ്. പിന്നെയെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറുന്ന കേസ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഫ്യൂൽ ലിഡിൻ്റെ കേസും കൂടിയും പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അതിന് പുറമെ നമ്മൾ കണ്ടൊരു കംപ്ലയിൻ്റാണ് ഈ ബെൽറ്റിൻ്റെ കേസ്. അതാണ് നമ്മൾ ജസ്റ്റ് ഇൻഫോം ചെയ്തത്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എന്തായാലും നിങ്ങൾ റിപ്ലൈ ഇട്ടിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. കൂട്ടത്തിൽ ആ ബെൽറ്റ് മാറ്റി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ബെൽറ്റ് മാറാനായിട്ട് നമുക്കൊരു 400-500 ലേബർ ചാർജ് മാത്രം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ കൂടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. എന്തായാലും അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ.